ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ജ്യോതി വനത്തിലെത്തി. അപ്പോൾ ജ്യോതി സ്വയമേ പറഞ്ഞു, നയന ആപത്തിലാണല്ലോ. അന്ന് ഈ ചുടലയെ ഞാൻ വെറുതെ വിട്ടതുകൊണ്ട് തെറ്റായിപ്പോയി. ഇന്ന് ഈ ചുടലയുടെ അന്ത്യം ഞാൻ കുറിച്ചിരിക്കും. ജ്യോതി അവളുടെ നാഗരൂപം സ്വീകരിച്ച് ചുടലയുടെ മുൻപിൽ വന്നു. അപ്പോൾ ചുടല പറഞ്ഞു, ഓ നീ വന്നോ? നീയല്ലേ അന്ന് അവളുടെ ശരീരത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ചത്? നീ നിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വാ, ഞാനൊന്ന് കാണട്ടെ എൻ്റെ പുതിയൊരു ശത്രു ആരാണെന്ന്. ജ്യോതി അവളുടെ യഥാർത്ഥ രൂപത്തിൽ വന്നില്ല. അപ്പോൾ ചുടല പറഞ്ഞു, നീ നിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരില്ല അല്ലേ? അപ്പോൾ ചുടല നാഗത്തിനെതിരെ ഒരു ശക്തി പ്രയോഗിച്ചു. പക്ഷേ അതൊന്നും ആ നാഗത്തിന് ഏറ്റില്ല. ഇതെല്ലാം കണ്ട നയന പറഞ്ഞു, ഇത് അന്ന് നമ്മളെ രക്ഷിച്ച ആ നാഗമല്ലേ നാഗരത്നം സംരക്ഷിച്ചത്? അതേ നയനെ, ഇത് അതേ നാഗം തന്നെയാണ്. അപ്പോൾ ചുടല പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല, ഇന്ന് നിന്റെ അന്ത്യമായിരിക്കും. അപ്പോൾ ചുടല ആ നാഗത്തിന് മുൻപിൽ വന്നു. ഇതേ സമയം ആ നാഗം അവളുടെ വായ് കൊണ്ട് ചുടലക്ക് നേരെ തീയൂതി. അവളുടെ മുഖം കത്തി എരിയുവാൻ തുടങ്ങി. അവളുടെ ശരീരം മുഴുവൻ കത്തി എരിഞ്ഞു തുടങ്ങി. ചുടലയുടെ ശബ്ദം ആ കാട് മുഴുവനായി കേട്ടു. ആ ചുടല അങ്ങനെ തന്നെ കത്തി എരിഞ്ഞ് നശിച്ചുപോയി. ജ്യോതി നന്ദിനിയെയും നയനേനും രക്ഷിച്ചു. അവിടെ നിന്നും പോയി. നയനയും സ്വർണയും നന്ദിനിയും ഗുരുദേവന്റെ അടുത്തേക്ക് പോയി. എത്തിയപ്പോൾ സന്ധ്യാസമയമായി. ഗുരുദേവൻ ചോദിച്ചു, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അപ്പോൾ സുവർണ പറഞ്ഞു, ഇല്ല ഗുരുദേവ, തക്ക സമയത്ത് വന്ന് ഞങ്ങളൊരു നാഗം രക്ഷിച്ചു. നാഗമോ? ഏത് നാഗമാണ്? അപ്പോൾ നയന പറഞ്ഞു, അതറിയില്ല, പക്ഷേ ആ നാഗം അവിടെ നിന്ന് പോയപ്പോൾ ഒരു മാല എനിക്ക് കിട്ടി. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, മാലയോ? അതെ ഗുരുദേവ, എൻ്റെ കയ്യിലും അതുപോലെ നന്ദിനിക്കും ചെറുപ്പത്തിൽ അമ്മ തന്ന അതേ മാല. ഗുരുദേവൻ പറഞ്ഞു, നോക്കട്ടെ, ആ മാല ഇങ്ങോട്ട് കാണിക്കൂ. ഇതാ ഈ മാലയാണ്. നയന അവൾക്ക് കിട്ടിയ ആ മാല ഗുരുദേവന് കാണിച്ചു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, നയന മോളെ, ഇതൊരു സന്തോഷ സൂചനയാണല്ലോ. എന്താ ഗുരുദേവൻ, എനിക്ക് മനസ്സിലായില്ല, എന്താണ് ഇതിൻ്റെ അർത്ഥം? നാളെ കാണൂ വാസുകിയിൽ. പ്രതികാരം പൂർത്തിയാക്കാൻ നയന തീരുമാനിക്കുമ്പോൾ ആ പ്രതികാരം തടയാൻ ജ്യോതി വരുന്നു. ഇവർക്കിടയിലെ യുദ്ധം തുടങ്ങുകയായി. കാണൂ ത്രസിപ്പിക്കുന്ന എപ്പിസോഡുകളിലേക്ക് വാസുകി നാളെ രാത്രി 9 മണിക്ക് SHD സ്റ്റുഡിയോസിൽ. മറക്കാതെ കാണുക.